നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങിയാണ്. ചാപ്റ്റർ 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. യൂണിറ്റിനെ കുറിച്ചും മെഷർമെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതുകൂടെ നമ്മൾ ഡൈമെൻഷണൽ അനാലിസിസ് പഠിക്കും. ആദ്യം പഠിക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നാണ്. എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി? നിങ്ങൾ ഒത്തിരി ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഉദാഹരണം പറയാമോ? എന്താണ് ഒരു ഉദാഹരണം പറയാം? വാട്ട് ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് എന്ന്. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഈസ് കോൾഡ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഈസ് കോൾഡ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതെല്ലാം എന്താ? മെഷർ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ മെഷർ ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ലെങ്ത് മെഷർ ചെയ്തിട്ടുണ്ട്, മാസ് മെഷർ ചെയ്തിട്ടുണ്ട്, ടൈം മെഷർ ചെയ്തിട്ടുണ്ട് അല്ലേ, ഫോഴ്സ് മെഷർ ചെയ്തിട്ടുണ്ട് അല്ലേ, വെയിറ്റ് മെഷർ ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുന്നുണ്ട്. അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാം എന്തായിരിക്കും? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും. സോ വാട്ട് ഇസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷർഡ് ഈസ് കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പം എക്സാമ്പിൾസ് ഏതൊക്കെ പറഞ്ഞ്? ലെങ്ത് ഉണ്ട്. എക്സാമ്പിളൊക്കെ പറഞ്ഞതാ ലെങ്ത് ഉണ്ട്, പിന്നെ മാസ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, ടൈമുണ്ട്, ഫോഴ്സ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഉണ്ട്. വെലോസിറ്റി ഉണ്ട്, സ്പീഡുണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതെല്ലാം എന്തായിരിക്കും? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓർ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ആൻഡ് രണ്ടാമത്തേത് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഏതൊക്കെയാണ്? ബേസിക് ഓർ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ആൻഡ് സെക്കൻഡ് ഈസ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് സിംപിളർ ഫോമിലായിട്ട് മാറ്റാനായിട്ട് പറ്റില്ല. ഇതാ സിംപിളർ ഫോം. ഇവരായിരിക്കും സിംപിളർ ഫോംസ്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി അത് ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് കനോട്ട് ബി ഡിറൈവ്ഡ്, ഡിറൈവ് ചെയ്യാൻ പറ്റാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് കനോട്ട് ബി ഡിറൈവ്ഡ് ഈസ് കോൾഡ് ഫണ്ടമെൻ്റൽ ഓർ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബേസിക് ലെങ്ത് ഒരു ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി കേട്ടോ. ലെങ്ത് അതല്ലേ. മാസ് ഒരു ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ടൈം ഒരു ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഈ ഇത്ര എഴുതിയതിനകത്ത് ലെങ്ത്, മാസ്, ടൈം എല്ലാം ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് ടൈം നിങ്ങൾക്ക് വേറെ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതിന് പകരം നിങ്ങൾക്ക് വേറെ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ഡെറൈവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങളുടെ സിംപിളർ ഫോമുകൾ അതൊക്കെ ഈ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ലെങ്ത്, മാസ്, ടൈം വേറെ ഉണ്ട്, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഉണ്ട്, ദെൻ ടെമ്പറേച്ചർ ഉണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്. ഇതെല്ലാം എന്തായിരിക്കും? ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഈ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്യുന്ന കൊണ്ട് നമ്മൾ ഡെറൈവ് ചെയ്തെടുക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി അത് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി കേട്ടോ. The physical quantities that can be derived from basic physical quantities. അതായത് അല്ലേ, ഫോഴ്സ് കണ്ടിരിക്കുന്നത്. ഫോഴ്സ് എങ്ങനെ കണ്ടിരിക്കുന്നത്? ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലേഷൻ. മാസ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി വേണം. പിന്നെ ആക്സലേഷൻ നിങ്ങൾ എങ്ങനെ കണ്ടിരിക്കുന്നത്? വെലോസിറ്റി ബൈ ടൈം എന്നാണ്. വെലോസിറ്റി ബൈ ടൈം ആക്സലേഷൻ. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ഈ ഫോഴ്സിനെ നിങ്ങൾ ഡെറൈവ് ചെയ്യുന്നു. വെലോസിറ്റി നിങ്ങൾ അങ്ങനെ ഡെറൈവ് ചെയ്യും? ഡിസ്റ്റൻസ് അല്ലെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ലെങ്താണ് വരും കേട്ടോ. ലെങ്ത് ബൈ ടൈം ചെയ്യുമ്പോൾ കിട്ടും വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കിട്ടും. അതിന് നിങ്ങൾ പിന്നെയും ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും ആക്സിലറേഷൻ കിട്ടും. ആ ആക്സിലറേഷൻ കൊണ്ട് നിങ്ങൾ മാസ് ബേസിക്കാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും നിങ്ങൾക്ക് വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇങ്ങനെ ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏത്? അങ്ങനെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്ത് ഡെറൈവ് ചെയ്യുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏത്? ഈ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇതിനകത്ത് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തൊക്കെയാണ്? വെയിറ്റ് ഉണ്ട്, പിന്നെ അതുകൊണ്ട് ഫോഴ്സ് ഉണ്ട്. വെലോസിറ്റി എന്ത് തന്നെ ഡിറൈവ്ഡ് കേട്ടോ. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. രണ്ടിൻ്റെയും ഫിസിക്കൽ ക്വാണ്ടിറ്റി അതൊക്കെ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി.
ബേസിക്കിനുള്ള വേറെ പേര് പറയാം എന്താ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അടുത്ത നമ്മൾ പഠിക്കുന്നത് യൂണിറ്റാണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കടയിൽ പോകുന്നൊരു സാധനം വാങ്ങിയതല്ലേ, 10 കിലോഗ്രാം ഷുഗർ വേണമെന്ന് പറഞ്ഞു. സോ 10 ആയിട്ട് കിലോഗ്രാം വരുന്നുണ്ട്. കിലോഗ്രാം ഏതിൻ്റെ യൂണിറ്റാണ്? മാസിൻ്റെ യൂണിറ്റ് ഏത്? കിലോഗ്രാം. നിങ്ങൾ അളവ് പറയുമ്പോഴേ ഒരു ന്യൂമറിക്കൽ വാല്യൂം പറയും, പിന്നെ ഒരു യൂണിറ്റും പറയും. സോ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെഫറൻസ് സ്റ്റാൻഡേർഡ് ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് എ റെഫറൻസ് സ്റ്റാൻഡേർഡ് ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അത് നോക്കിയേ, യൂണിറ്റ് 1 കിലോഗ്രാം അല്ലേ യൂണിറ്റ്. മീനിങ് എന്താ? 10 × 1 kg. 10 × 1 kg. ഇതിനകത്ത് നിങ്ങൾ പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി നിങ്ങൾ മെഷർ ചെയ്തപ്പം 1 കിലോഗ്രാം എത്ര ടൈംസ് ഉണ്ട്? 10 ടൈംസ് ഉണ്ടാകും. 10 ടൈംസ്. 5 മീറ്ററിൻ്റെ അർത്ഥം എന്താ? 5 മീറ്റർ ഈക്വൽ ടു 5 × 1 മീറ്റർ. അതായത് 1 മീറ്റർ 5 ടൈംസ് ഉണ്ടാകും. ഈ 1 മീറ്റർ 1 കിലോഗ്രാം ഈ പറയുന്ന ഇവരായത് യൂണിറ്റ് എന്ന് പറയാം കേട്ടോ. യൂണിറ്റ്. ഇറ്റ് ഈസ് ഈ റെഫറൻസ് സ്റ്റാൻഡേർഡ് ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നിങ്ങളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പം പിന്നെ എന്തൊക്കെ കാണും? ഒരു ന്യൂമറിക്കൽ വാല്യൂം കാണും. അത് നിങ്ങളൊരു അളവ് ഇൻറ്റു 10 മീറ്റർ ന്യൂമറിക്കൽ വാല്യൂം കാണും. പിന്നെ എന്ത് കാണും? യൂണിറ്റും കാണും. അതായത് മാഗ്നിറ്റ്യൂഡും കാണും. മാഗ്നിറ്റ്യൂഡും ഉണ്ട്, പിന്നെ യൂണിറ്റും ഉണ്ട്. നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യുമ്പം അല്ലെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാണും? അതിന് മാഗ്നിറ്റ്യൂഡും കാണും, യൂണിറ്റ് കാണും. അതിൻ്റെ അളവ് പറയുമ്പം അതിനെന്ത് കാണും? മാഗ്നിറ്റ്യൂഡും കാണും, യൂണിറ്റും കാണും. യൂണിറ്റ് എന്താ? ഇറ്റ് ഈസ് എ റെഫറൻസ് സ്റ്റാൻഡേർഡ് ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി കേട്ടോ. ഇറ്റ് ഈസ് എ റെഫറൻസ് സ്റ്റാൻഡേർഡ് ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ചില നിബന്ധനകളുണ്ട്. ഒന്നാമത് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ് എന്നാണ്. ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. കൃത്യമായിട്ട് അതിനെ എന്തിരിക്കണം? ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതായത് ഒരു യൂണിറ്റിന് ആ സ്വഭാവം ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് ഇറ്റ് ഷുഡ് ബി ഈസിലി റീപ്രൊഡ്യൂസിബിൾ ആയിരിക്കണം. പിന്നെ ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് ഫിസിക്കൽ കണ്ടീഷൻസ് ലൈക്ക് ടൈം, ടെമ്പറേച്ചർ എക്സെട്ര. ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച് എന്ത് ചെയ്യരുത്? ഇതിൻ്റെ യൂണിറ്റ് എന്ത് ചെയ്യരുത്? മാറരുത്. അതിൽ കൂടുക കുറയൊന്നും ചെയ്യാൻ പറ്റില്ല. ടെമ്പറേച്ചർ കൂടുമ്പോൾ യൂണിറ്റ് കൂടാനോ കുറയാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റത്തില്ല കേട്ടോ. പിന്നെ ഇറ്റ് ഷുഡ് ബി ഇംപെരിഷബിൾ ആയിരിക്കണം. എപ്പോഴും നശിച്ചു പോകാത്തതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി നൈദർ ടു സ്മോൾ നോർ ടു ലാർജ് ഇൻ കമ്പാരിസൺ വിത്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി വി മെഷർ. മെഷർ ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് നമ്മൾ ഒത്തിരി നീളം കൂടുതലും അല്ലെങ്കിൽ വലുതുമാകരുത്, ചെറുതാകരുത്. അതിനൊരു പ്രത്യേക അളവ് വേണം അതിന് കേട്ടോ. നമ്മൾ യൂണിറ്റ് എന്താണെന്ന് പഠിച്ചു. ഇനി യൂണിറ്റ് ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്, easily reproducible. It should not change with the physical condition like time, temperature, etc. It should not imperishable. It should be neither too small nor too large in comparison with the physical quantity to be measured. It should be well defined എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു കൃത്യമായിട്ട് അതിന് ഡെഫിനിഷൻ വേണം. എന്ന് പറഞ്ഞാൽ മാസിൻ്റെ ഡെഫിനിഷൻ. മാസിൻ്റെ യൂണിറ്റ് ഏത്? കിലോഗ്രാം. ഈ കിലോഗ്രാമിന് കൃത്യമായിട്ട് ഡെഫിനിഷൻ ഉണ്ട്. അതായത് ഈ 1 കിലോഗ്രാം എന്ന് പറയുന്നതിൻ്റെ ഒറിജിനൽ പാരീസിലുള്ള അവിടുത്തെ സയൻറ്റിഫിക് ലബോറട്ടറിയിൽ ഭൂഗർഭറയിൽ അതിനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ 1 കിലോഗ്രാം കറക്റ്റായിട്ടുള്ള 1 കിലോഗ്രാം. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ എവിടെ വരുന്നത്? നമ്മുടെ കടകളിലിരിക്കുന്ന 1 കിലോഗ്രാമിൻ്റെ ഈ ഒറിജിനലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകളാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ 1 കിലോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാസ് ഓഫ് പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടർ കേട്ടോ. ഇറ്റ്സ് എ മാസ് ഓഫ് പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടർ അലോയ് കേട്ടോ. ഓഫ് ഡയമീറ്റർ ഈക്വൽ ടു ഹൈറ്റ്. ഡയമീറ്റർ ഈക്വൽ എന്തായിരിക്കണം? ഹൈറ്റ് ആയിരിക്കണം. എന്തായിരിക്കണം? പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടറാണ്. ഇറ്റ്സ് കെപ്റ്റ് ഇൻ എ വോൾട്ട് അറ്റ് ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് നിയർ പാരീസ്. അതാ 1 കിലോഗ്രാം. ശരിക്കുള്ള 1 കിലോഗ്രാം ഉണ്ട്. അതെവിടെ വെച്ചിരിക്കുക? അതെന്താണ്? പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടർ അലോയ് ആണ്. അതിൻ്റെ ഡയമീറ്റർ ഈക്വൽ ടു ഹൈറ്റ് ആയിരിക്കണം. എവിടെ വെച്ചിരിക്കുക? അത് കെപ്റ്റ് ഇൻ എ വോൾട്ട് അറ്റ് ഇൻ്റർനാഷണൽ ബ്യൂറോ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് നിയർ പാരീസ്. അതേപോലെ നമ്മുടെ
ലെങ്തിൻ്റെ യൂണിറ്റ് ഏത്? മീറ്റർ. മീറ്ററിന് കൃത്യമായിട്ട് ഡയമെൻഷനുണ്ട്. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മീറ്റർ എന്ന് പറയുന്നത് ലൈറ്റ്, അത് ലൈറ്റിൻ്റെ സ്പീഡിൽ 1/, പറയാം 1/299. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലൈറ്റിൻ്റെ സ്പീഡ് 3×10⁸. ആ 3×10⁸ അല്ല കറക്റ്റ് വാല്യൂ ഇതാണ്. അപ്പോൾ 1/, ആ സ്പീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിനുള്ള ആ ലെങ്ത് കിട്ടും, ആ മീറ്റർ കിട്ടും കേട്ടോ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പീഡിൽ ലൈറ്റ് സഞ്ചരിക്കുന്ന ആ ദൂരമാണ് ഇത്രയും സ്പീഡിൽ. 1/, അതിൻ്റെ 1/, ഏത്? ഒരു മീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ്സ് എ ലെങ്ത് ഓഫ് ദി പാത്ത്. ഇറ്റ്സ് എ ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് ബൈ ലൈറ്റ് ഡ്യൂറിങ് 1/299,792,458 എന്ന്, അല്ലെ 1/3×10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നായിരിക്കും കേട്ടോ. എന്താ ഒരു 1 മീറ്റർ? സി ലെങ്ത് ഓഫ് ദി പാത്ത്. ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് ബൈ ലൈറ്റ് ഡ്യൂറിങ് 1/299, ഞാൻ അത്രയും ഇതാ 299,792,458 അതോടെ 3×10⁸. മനസ്സിലായല്ലോ? സോ ഇറ്റ് ഷുഡ് ബി what are the characteristics of unit? It should be well defined. It should be easily reproducible. It should not change with the physical condition like temperature, pressure, etc. It should not perishable. It should be neither too small nor too large in comparison with the physical quantity to be measured. അടുത്ത നോക്കിക്കുന്നത് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്. ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ചില സിസ്റ്റം നിങ്ങൾ നേരത്തെ പഠിച്ചാണ്. അതായത് FPS സിസ്റ്റം എന്നൊക്കെ, FPS, CGS, MKS, SI. ആ 4 സിസ്റ്റങ്ങളാണ് പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് സിസ്റ്റംസ് യൂണിറ്റ്? ഏതൊക്കെയാണ്? 1 FPS സിസ്റ്റം, 2 CGS സിസ്റ്റം, 3 MKS സിസ്റ്റം, 4 SI സിസ്റ്റം. എന്താ FPS സിസ്റ്റം? FPS, F stands for foot, P for pound and S for second. In CGS system, C stands for the centimeter, G for gram and S for second. In MKS system, M stands for meter, K stands for kilogram, S stands for second. Then SI system meaning system internationalized system of unit, internationally accepted system of unit. Then FPS, F എന്തിനാ കാണിക്കുന്ന? F ഫൂട്ട് അല്ലേ? ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. അതായത് ഈ സിസ്റ്റത്തിൽ ലെങ്തിൻ്റെ യൂണിറ്റ് കേട്ടോ. ലെങ്തിൻ്റെ യൂണിറ്റ് ഏത്? ലെങ്തിൻ്റെ യൂണിറ്റ് ഫൂട്ട്. മാസിൻ്റെ യൂണിറ്റ് ഏതാ? പൗണ്ട്. ടൈമിൻ്റെ യൂണിറ്റ് ഏതാ? സെക്കൻഡ് എന്നാണ്. ഏതാ? FPS സിസ്റ്റത്തിലെ in this system F stands for foot, P for pound, S for second. In this system the unit of length is foot, unit of mass is pound, unit of time is second. അല്ല, ഇതൊരു ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ് കേട്ടോ. FPS system is a British system of unit. Then CG സിസ്റ്റത്തിൽ ഇത് ഒരു ഫ്രഞ്ച് സിസ്റ്റം ഓഫ് യൂണിറ്റ് തന്നെയാണ്. ഇവിടെ യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് സെൻറ്റിമീറ്റർ, യൂണിറ്റ് ഓഫ് മാസ് ഈസ് ഗ്രാം ആൻഡ് യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ്. Then MK system. In MK system, unit of length is meter, unit of mass is kilogram and unit of time is second. Then SI system. SI systemത്തിൽ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഉണ്ട്. There are 7 fundamental units in SI system. അതായത് 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ് വേണമെങ്കിൽ 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ഞാൻ പറയുന്നത് 7 ഫണ്ടമെൻ്റൽ മാസ്, ലെങ്ത്, ഫിസിക്കൽ ക്വാണ്ടിറ്റി കേട്ടോ. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കേട്ടോ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഉണ്ട്. അതുപോലെ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഉണ്ട്. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് 7. എസ്എസിൽ ഈ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റുകൾ ഏത്? SI സിസ്റ്റത്തിലെ ബേസിക് യൂണിറ്റ്സ്.
അതായത് മാസിൻ്റെ യൂണിറ്റ് ഏതായിരിക്കും? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് യൂണിറ്റ് മോൾ, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് യൂണിറ്റ് ആംബിയർ, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിൻ്റെ യൂണിറ്റ് സി ഡി എന്ന്. സി ഡി മീൻസ് കാൻഡില എന്ന്. കാൻഡിലയുടെ ഷോർട്ട് ഫോമിലാണ് സി ഡി എഴുതുന്നത്. സി ഡി. ഈ കെ സ്മോൾ ആട്ടോ, കെ സ്മോള്, ജി സ്മോള്, സ്മോളും സ്മോളസ് ഇത് മാത്രം ക്യാപിറ്റൽ കെ, കെൽവിൻ്റേത്. ദെൻ മോള്, ഈ മോള് പറയുമ്പോൾ എങ്ങനെ എഴുതും? മോൾ, ഇതാ മോൾ. ഈ മോളിൻ്റെ സിമ്പിൾ എങ്ങനെ എഴുതും? MOL എന്ന് എഴുതും, മോൾ. പിന്നെ ആംബിയർ, എ കാൻഡില, കാൻഡിലയുടെ സി ഡി, കാൻഡില. അപ്പോൾ SISലെ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ ഏതൊക്കെയാണ് ചോദിക്കും. ഇത് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ലെഫ്റ്റ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഇത് ഫണ്ടമെൻ്റൽ യൂണിറ്റും കേട്ടോ. ഇത് ഫിസിക്കൽ ക്വാണ്ടിറ്റി, അത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയും യൂണിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഏതൊക്കെ സിസ്റ്റംസ് ഉണ്ട്? FPI സിസ്റ്റം, CG സിസ്റ്റം, MKI സിസ്റ്റം, SI സിസ്റ്റം. 7 fundamental physical quantity, 7 fundamental units. In addition to the 7 fundamental units, there are 2 supplementary units. A supplementary unit is radian and steradian. Radian and steradian are supplementary units. That is supplementary. They would have 2 physical quantity. One supplementary കേട്ടോ, അത് പ്ലെയിൻ ആംഗിൾ ആണ്, പ്ലെയിൻ ആംഗിൾ. രണ്ടാമത്തേത് സോളിഡ് ആംഗിൾ. ഇപ്പോൾ സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അതൊക്കെ പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിൾ നമ്മൾ പ്ലെയിനായിട്ട് നമ്മൾ വരയ്ക്കുന്ന ആംഗിൾ, പ്ലെയിൻ. ഇത് ആംഗിൾ, ഇതിന് ആംഗിൾ പറയും, നമ്മൾ തീറ്റ എന്ന് പറയും സാധാരണ, നിങ്ങൾ വരച്ചിട്ട് എഴുതുന്നത് കേട്ടോ. അതിൻ്റെ യൂണിറ്റ് ഏത്? റേഡിയൻ. സ്റ്റെറേഡിയൻ എന്ന് പറഞ്ഞാൽ സോളിഡ് ആംഗിളാണ്. സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് അകത്ത് കാണുന്ന ആംഗിൾ ഏത്? സോളിഡ് ആംഗിൾ. ഈ സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് ഏത്? സ്റ്റെറേഡിയൻ കേട്ടോ, സ്റ്റെറേഡിയൻ. ഇത് റേഡിയനും ഇതേതാ സ്റ്റെറേഡിയൻ. റേഡിയൻ നമ്മൾ RAD എന്ന് എഴുതും, മറ്റേത് SR എന്ന് എഴുതും. സ്റ്റെറേഡിയന് SR എന്ന് എഴുതും, ഇത് റേഡിയന് റേഡിയൻ എന്ന് എഴുതും. മനസ്സിലായല്ലോ? നമ്മൾ യൂണിറ്റൊക്കെ എഴുതുന്ന സമയത്തേ ഇത് വായിക്കുന്നത് ന്യൂട്ടൺ മീറ്റർ എന്നാണ്. ന്യൂട്ടൺ മീറ്റർ. ഇതിനിടയ്ക്ക് ചെറിയ സ്പേസ് കാണും. ഇത് വായിക്കുന്നത് മില്ലി സെക്കൻഡ് എന്നാണ്. മില്ലി സെക്കൻഡ് കേട്ടോ, മില്ലി സെക്കൻഡ്. ഇത് മില്ലി സെക്കൻഡാണ്, ഇത് മീറ്റർ അല്ല. ഇതിനിടയ്ക്ക് എന്തില്ല, ഗ്യാപ്പ് ഇല്ല കേട്ടോ, ഗ്യാപ്പ് ഇല്ല. ഇത് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ പറയും? മില്ലി സെക്കൻഡ് കേട്ടോ, മില്ലി സെക്കൻഡ്. ഇത് ഇതിനകത്ത് ഫെംറ്റോമീറ്റർ എന്നാണ്, ഫെംറ്റോമീറ്റർ എന്ന് വായിക്കും. FM. നമ്മൾ യൂണിറ്റൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് ഈ ന്യൂട്ടൺ നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതുള്ളൂ. ന്യൂട്ടൺ ഇങ്ങനെ എഴുതുന്നത് സ്മോൾ ലെറ്ററിലായിരിക്കും എഴുതുന്നത് കേട്ടോ, സ്മോൾ ലെറ്ററിലായിരിക്കും എഴുതുന്നത്. പക്ഷേ അതിൻ്റെ സിമ്പിൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതും, ന്യൂട്ടൺ. മനസ്സിലായല്ലോ? ഈ ന്യൂട്ടൺ നമ്മൾ സിമ്പിളിൽ എഴുതുന്ന സമയത്ത് ന്യൂട്ടൺ എന്നുള്ള സിമ്പിൾ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അങ്ങനെ വരും, ഇങ്ങനെ എഴുതും. ആംബിയർ എഴുതുമ്പോൾ നമ്മൾ ആംബിയർ ഇങ്ങനെ പറയുന്നത്, ആംബിയർ എഴുതുമ്പോൾ നമ്മളിങ്ങനെ എഴുതും. സിമ്പിൾ കാണിക്കുമ്പോൾ ആംബിയർ എന്ന് കാണിക്കും കേട്ടോ, ആംബിയർ. മനസ്സിലായല്ലോ? കെൽവിൻ എന്ന് പറയുന്നത് കെൽവിൻ. അതിന് നമ്മളെന്തെഴുതും? കെ എഴുതും, ക്യാപിറ്റൽ കെ എന്ന് എഴുതും. ക്യാപിറ്റൽ ലെറ്റർ കെ ആയിരിക്കും എഴുതുന്നത്. അതുപോലെ നോടി നമ്മൾ സെക്കൻഡിന് S എന്ന് എഴുതുള്ളൂ, അതായത് SEC എന്ന് എഴുതില്ല കേട്ടോ, സെക്കൻഡ് എഴുതില്ല കേട്ടോ. സെക്കൻഡ് എന്ന് പറയുമ്പോൾ S എന്ന് എഴുതുള്ളൂ. ടൈം പെർ ഡേ 10 സെക്കൻഡ് എന്ന് പറയുമ്പോൾ S എന്ന് എഴുതുള്ളൂ, സെക്കൻഡ് എന്ന് എഴുതില്ല. SEC എന്ന് നമ്മൾ എഴുതത്തില്ല, ഇങ്ങനെ എഴുതുള്ളൂ, S മാത്രമേ എഴുതുള്ളൂ. അതല്ലേ ഗ്രാം എഴുതുമ്പോൾ ചെറിയ ഗ്രാം എന്ന് എഴുതിയാൽ ഇത് ഗ്രാമല്ല. ഗ്രാം എന്ന് പറഞ്ഞാൽ G എന്ന് മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ. ഗ്രാമിന് നമ്മൾ G എന്ന് മാത്രമേ എഴുതുള്ളൂ, സെക്കൻഡിന് നമ്മൾ S എന്ന് എഴുതുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ വേഴ്സ് എഴുതുവാണെങ്കിൽ അങ്ങനെ എഴുതും, എല്ലാം സ്മോൾ ലെറ്റർ എഴുതണം. അത് സിമ്പിൾ വരുന്ന സമയത്ത് എങ്കിലും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും നമ്മൾ യൂണിറ്റുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു.
റെപ്രസെൻറ്റ് ചെയ്യുന്നത്.